കാരണം ഈ ലീഗ് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഈ 6 ടീമുകളുടെയും ഞങ്ങളുടെയും എല്ലാം തന്നെ ഏറ്റവും ആദ്യത്തെ ആവശ്യം. അതിനാണ് നിങ്ങളുടെയൊക്കെ പിന്തുണയും വേണ്ടത്. റൈറ്റ് നൗ our priority is ഒരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗ് കേരളത്തിൽ ഉണ്ടാവുക. സോക്കർ കണ്ടു വളർന്ന ഒരുപാട് മലയാളികളുടെ കൂട്ടത്തിൽ ഒരു മലയാളി തന്നെയാണ് ഞാൻ. അത്തരം ഒരു വലിയ സോക്കർ ഫാൻ കമ്മ്യൂണിറ്റി കേരളത്തിൽ ഉണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തരം ഒരു വലിയ ലീഗ് വലിയ ഇൻവെസ്റ്റ്മെന്റോടുകൂടി വലിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ടായത്. കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ ലൈവായി സിനിമാ ഫംഗ്ഷനുകൾ നടക്കുക, ട്രെയിലർ ലോഞ്ചുകൾ നടക്കുക, അതൊക്കെ ഇനി കാണാനിടയാകും. സത്യത്തിൽ ഇങ്ങനെ ഒരു ഫുട്ബോൾ ലീഗ് എന്നുള്ളത് എന്റെ ഐഡിയ അല്ല. ഈ കേരള സോക്കർ ലീഗ് എന്ന് പറയുന്ന ഈ ഫുട്ബോൾ ലീഗ് ഫ്രാഞ്ചൈസ് അത് ഡിസൈൻ ചെയ്യപ്പെടുന്നത് നവാസ് നേതൃത്വത്തിലുള്ള ഒരു തിങ്ക് ടാങ്കിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായി അവരുടെ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായി വന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഡൊമസ്റ്റിക് സ്പോർട്ടിംഗ് അറീനയിൽ സ്പോർട്ടിംഗ് സിനാരിയോയിൽ ഒരു ഭാഗമാകാൻ, ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ, ഒരു പേട്രൺ എന്ന നിലയിൽ ഭാഗമാകാൻ എനിക്ക് കിട്ടിയൊരു അവസരമാണ്. ആ അവസരം ഇതിലേക്ക് ആദ്യം എത്തുന്നത് ഒരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥതയിലുള്ള സാധ്യത എന്ന രീതിയിലാണ്. അപ്പൊ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിൽ എത്തുമ്പോൾ കേരള സൂപ്പർ ലീഗിൽ 6 ടീമുകൾ ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അതിൽ കൊച്ചിൻ ടീമിന്റെ ഭാഗമാകാൻ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം എനിക്കുണ്ട് എന്നുമാണ് എന്റെ മുന്നിലേക്ക് ആദ്യം എത്തിപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഇൻവോൾവ്മെന്റ്. അങ്ങനെയാണ് ഞാൻ കൊച്ചിൻ ടീമിന്റെ ഭാഗമായി മാറുന്നത്. ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 6 ടീമുകളും സോക്കർ ഗ്രൗണ്ടിൽ മാത്രമാണ് കമ്പീറ്റ് ചെയ്യുന്നത്. ഗ്രൗണ്ടിന് വെളിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന 6 ടീമുകളാണ്. കാരണം ഈ ലീഗ് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഈ 6 ടീമുകളുടെയും ഞങ്ങളുടെയും എല്ലാം തന്നെ ഏറ്റവും ആദ്യത്തെ ആവശ്യം. അതിനാണ് നിങ്ങളുടെയൊക്കെ പിന്തുണയും വേണ്ടത്. സോക്കർ മാത്രമല്ല, ഇപ്പോ ഇതുപോലൊരു ക്രിക്കറ്റ് ലീഗ് വരുന്നുണ്ട്. നാളെ മറ്റേതെങ്കിലും ഒരു സ്പോർട്ടിംഗ് ആക്ടിവിറ്റിയിൽ ഇത്തരം ഒരു സ്ട്രക്ചേർഡ് ആയിട്ടൊരു ലീഗ് വരികയാണ്, അതിൽ ഭാഗമാകാൻ എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഐ ബി മോർ ദാൻ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. ആത്യന്തികമായിട്ട് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ഓഫ് സ്പോർട്സ് ഇൻ കേരള എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഇതിൽ ബിസിനസ് ഇൻവോൾവ് ആണ്, ഇതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കണം. പക്ഷെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു ഫസ്റ്റ് സീസണിലൊന്നും ചിലപ്പോൾ നടന്നു വരില്ല. റൈറ്റ് നൗ our priority is ഒരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗ് കേരളത്തിൽ ഉണ്ടാവുക. അതിലൂടെ കേരളത്തിലെ പ്ലെയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക. ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ അവർക്ക് അതിലും വലിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് വഴിതെളിയിക്കപ്പെടുക. അതിന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളൊരു സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. പ്രത്യേകം ഒരാള് ക്രിക്കറ്റിനോട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. കാരണം ക്രിക്കറ്റ് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഫുട്ബോളിനോട് പേഴ്സണൽ കണക്ഷനും ഒരു ഇമ്പാക്ട് ഉണ്ട് ശരിക്കും ഈ ലീഗ് തുടങ്ങാനും. സോക്കർ കളിക്കാൻ ശ്രമിച്ച് പരാജയമായിട്ടുള്ള കണക്ഷൻ ഉണ്ട് സ്കൂൾ കാലയളവിൽ. പക്ഷെ അതല്ലാതെ ഫുട്ബോൾ കാണാറുണ്ട്. സോക്കർ കണ്ടു വളർന്ന ഒരുപാട് മലയാളികളുടെ കൂട്ടത്തിൽ ഒരു മലയാളി തന്നെയാണ് ഞാൻ. എന്റെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു. കുട്ടിക്കാലത്ത് സോക്കർ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആനുവൽ ഇവന്റ് പോലെയാണ് ഞങ്ങൾക്ക്. ചേട്ടനും അതെ, ഞാനും അതെ. പക്ഷെ പറഞ്ഞ ശരിയാണ്, ഞാൻ കുറച്ചുകൂടെ കളിക്കാൻ അറിയാവുന്നത്, കുറച്ചുകൂടെ ഒരു പാഷനായി പേഴ്സ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് എന്ന സ്പോർട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇതുപോലൊരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗിന്റെ ഭാഗമാകാനാണ്. അതുകൊണ്ട് ഞാൻ ഓപ്പർച്യൂണിറ്റി എടുത്തു. ഞാൻ മോർ ദാൻ ഹാപ്പി ടു ബി വർക്കിംഗ് വിത്ത് ദീസ് റിയലി ഗ്രേറ്റ് പ്രൊഫഷണൽസ്. ആണെങ്കിലും അതെ, ജോപ്പോൾ സാർ ആണെങ്കിലും അതെ, ഒരുപാട് പേരെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്ലെയേഴ്സ്, ടെക്നിക്കൽ സ്റ്റാഫ്, കോച്ചിങ് സ്റ്റാഫ്, എന്റെ കോ ഓണേഴ്സ് എല്ലാവരും. അപ്പൊ അതിന്റെ ഭാഗമായി നിൽക്കുന്നത് മാത്രം. അല്ലാതെ ഒരു ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാൾ എന്തുകൊണ്ട് സോക്കർ തിരഞ്ഞെടുത്തു എന്നുള്ളതിന് എന്റെ ഇവിടെ പ്രസക്തി. നാളെ ക്രിക്കറ്റിന്റെ ഭാഗമാകാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ലീഗ്സ് ഉണ്ട്, ഫൈനൽസുകളുണ്ട്, അല്ലെങ്കിൽ പ്രോഗ്രാം ലീഗ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടെ KSLT വരുന്നു, കേരള പ്രീമിയർ ലീഗ് വരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണികളെ ആകർഷിക്കുന്നത്? പലപ്പോഴും എല്ലാവരും TV-യിൽ വിദേശ ലീഗുകളൊക്കെ കാണുന്നവരാണ്. ആ നിലവാരത്തിലുള്ള കളിയാണെന്ന് പ്രതീക്ഷിക്കാം. നമ്മൾ തന്നെ രാജ്യം പറഞ്ഞാൽ ഒരു പ്യൂർ ലീഗായി മാറുമെന്നാണ് പ്രതീക്ഷ എന്ന് പറയുന്നു. എങ്ങനെയായിരിക്കും നമുക്ക് കാണികളെ അട്രാക്ട് ചെയ്യാൻ എങ്ങനെ സാധിക്കും? സിനിമ പോലെ തന്നെയാണ്. നല്ല സിനിമ എടുക്കാനേ നമുക്ക് സാധിക്കും. പിന്നെ കാണികൾ തിയേറ്ററിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റും. അപ്പൊ അതുപോലെ തന്നെ ഈ ലീഗ് ലോകോത്തര നിലവാരത്തിൽ അത് സംഘടിപ്പിക്കാനും ഇപ്പൊ ഫോഴ്സ കൊച്ചി എന്ന കൊച്ചിയുടെ ടീം മാത്രമല്ല, മറ്റ് 5 ടീമുകളും നിങ്ങൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള ട്രെയിനിങ് രീതികളും ഒരു ടീമിന്റെ സ്ട്രക്ചറിങ്ങും ഒക്കെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഈ ലീഗിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ഇങ്ങനെയേ പാടുള്ളൂ, ഇങ്ങനെ വേണം ഒരു ടീം സ്ട്രക്ചർ ചെയ്യാൻ. അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്ത ഒരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗിന്റെ എക്സ്പീരിയൻസ് കാണികൾക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്
സ്വാഭാവികമായും ആദ്യത്തെ വർഷമാണ്. ആദ്യ വർഷം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഇതിലൂടെ നേടും എന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല. പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം, ഹോപ്പ് ആൻഡ് ആഗ്രഹം എന്ന് പറയുന്നത് ഇതിനെ ആ ദിശയിലേക്ക് നയിക്കണം എന്ന്. അതിന് ഞങ്ങൾ എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട്. ഓഫ് കോഴ്സ് എന്റെ ഭാഗത്ത് നിന്നും ടെക്നിക്കൽ സപ്പോർട്ടൊന്നും ഇവർക്ക് ആർക്കും കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ ഈ സംരംഭത്തിലെ ഒരു ഇൻവെസ്റ്ററാണ്, ഒരു കോ ഓണറാണ്. ആൻഡ് ഐ ആം പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി, നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രത്യാശിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരം ഒരു സോക്കർ ലീഗിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ ചിന്ത കേരളത്തിൽ പിറന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സോക്കർ ലീഗ്, എന്തുകൊണ്ടാണ് ISL-ലെ 45% വ്യൂവർഷിപ്പ് കേരളത്തിൽ നിന്നുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ISL-ലെ ഏറ്റവും വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ടീമുകളിൽ ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സായി മാറുന്നത്? കേരളത്തിലെ ഫുട്ബോൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വലിയ വികാരം തന്നെയാണ്. ആ വികാരത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത്തരം ഒരു വലിയ സോക്കർ ഫാൻ കമ്മ്യൂണിറ്റി കേരളത്തിലുണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തരം ഒരു വലിയ ലീഗ് വലിയ ഇൻവെസ്റ്റ്മെന്റോടുകൂടി വലിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ടായത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിൽ സ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പോർട്ട് സോക്കർ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അത് കേരളത്തിന്റെ മുഴുനീള ഭാഗങ്ങളിൽ, ജില്ലകളിൽ സോക്കറിന് ഒരു പ്രത്യേക ഒരു കണക്ട് ഉണ്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ആയിട്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പൊ ആ സ്കില്ല് അവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിന് അവർക്കൊരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുക എന്നൊരു വലിയ ഓണർ, ഒരു വലിയ പ്രിവിലേജ് കൂടി ഞങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. പൃഥ്വിരാജ് സുകുമാരൻ പ്രൊഡക്ഷനിൽ ഈ സുപ്രിയമാമിന്റെ ഒരു ഇൻവോൾവ്മെന്റ് സിനിമ പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിലേക്ക് വരുമ്പോൾ ഇതോടുള്ള ഒരു ബിസിനസ് സാധ്യതയുള്ള ഒരു മേഖലയാണ്. അപ്പം ഇതില് സുപ്രിയമാമിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എത്രത്തോളം? ഇങ്ങനൊരു അവസരം എന്നിലേക്ക് എത്തിക്കുന്നത് മുതൽ ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഈ ജേഴ്സിയുടെ കളർ വരെ സുപ്രിയയുടേതാണ്. അതാണ് അതിന്റെ സത്യം. അത്രയുണ്ട് ഇൻവോൾവ്മെന്റ്. മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, കേരള സൂപ്പർ ലീഗിന്റെ ആദ്യത്തെ സീസൺ മുതൽ തന്നെ ഇത് സ്റ്റാർ സ്പോർട്സിലും ഹോട്ട്സ്റ്റാറിലും ലൈവായി സംപ്രേഷണം ചെയ്തതായിരിക്കും എല്ലാ മാച്ചുകളും. രാജു, ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യം. ഇപ്പോ രാജു കൊച്ചിൻ ടീമിന്റെ ഉടമയായി, ലിസ്റ്റു സ്റ്റീഫൻ തൃശ്ശൂർ മാജിക് FC-യുടെ ഉടമയായിട്ടുണ്ട്, ആസിഫ് കണ്ണൂർ വയലേഴ്സിന്റെ ഉടമയായി, അതുപോലെ ക്രിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം ടീമിന്റെ ഉടമയായിട്ട് പ്രിയദർശൻ, സോഹൻ വന്നിട്ടുണ്ട്. ഇങ്ങനെ സിനിമാ രംഗത്തുള്ളവർ ക്രിക്കറ്റിലും ഫുട്ബോളിലും പൊതുവായി നല്ല രീതിയിൽ തന്നെ നിക്ഷേപവും നടത്തുന്നു. എല്ലാവരും വളരെ ഇൻട്രസ്റ്റോടെ കടന്നു വരുന്നു. കേരള കായിക രംഗത്ത് ഫുട്ബോൾ മാത്രമല്ല ജനറൽ ആയിട്ട് ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള കായിക രംഗത്തേക്ക് ഇങ്ങനെ സിനിമയുടെ നിക്ഷേപം വരുന്നതിന് എത്രത്തോളം ഗുണകരമാണ്, എങ്ങനെയാണ് രാജ്യത്തിന് വിലയിരുത്തുന്നത്? നിക്ഷേപം സിനിമയുടെ മാത്രമല്ല, അത് ഞങ്ങൾ സിനിമ നടന്മാരും അല്ലെങ്കിൽ സിനിമയിലുള്ള വ്യക്തികളുമായതുകൊണ്ട് കൂടുതൽ മീഡിയ അറ്റൻഷൻ കിട്ടുന്നതെന്ന് മാത്രം. എന്നോടൊപ്പം ക്ഷണിയുണ്ട്, ഞങ്ങളുടെ ഇവിടെ ഇല്ലാത്ത ഒരു പാർട്ണറുണ്ട്. അപ്പോ സിനിമാക്കാർക്കിടയിലും ഇതിൽ നിക്ഷേപം ഉണ്ട് എന്ന് കരുതുന്നതായിരിക്കും നല്ലത്. അല്ലാതെ സിനിമയിൽ നിന്ന് തന്നെ സ്പെസിഫിക് ആയിട്ട് ഒരുപാട് പേർ, സിനിമയിൽ ഓൺടർപ്രണേഴ്സ് ഒരുപാട് പേരുണ്ട്. സിനിമാ രംഗത്ത് മലയാള സിനിമയിൽ മാത്രമല്ല, സിനിമയിൽ ഇൻ ജനറൽ ഓൺടർപ്രണേഴ്സ് കൂടുതലുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിൽ ഒരു സക്സസ്ഫുൾ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി നടത്തുന്നതിന് അപ്പുറത്തേക്ക് എന്ത് ചെയ്യാം എന്ന് തോന്നുമ്പോഴാണ്, ചിന്തിക്കുമ്പോഴാണ് ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന രണ്ട് മേഖലകളാണ്. പ്രത്യേകിച്ച് സാറ്റലൈറ്റ് ടെലിവിഷന്റെയും ഈ സ്മാർട്ട് ടിവികളുടെയും ഒക്കെ കാലം. സോ ഈ രണ്ട് ഇൻഡസ്ട്രീസ് തമ്മിൽ ഒരു കോalition ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും രണ്ടുപേർക്കും ഗുണകരമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇനി വരും കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ നടക്കുമ്പോൾ സ്റ്റേഡിയത്തിൽ ലൈവായി സിനിമാ ഫംഗ്ഷനുകൾ നടക്കുക, ട്രെയിലർ ലോഞ്ചുകൾ നടക്കുക, അതൊക്കെ ഇനി കാണാനിടയാകും. സെപ്റ്റംബർ 7-ാം തീയതിയാണ് ലീഗിന്റെ തുടക്കം. ആദ്യ ദിവസത്തെ മാച്ച് എന്ന് പറയുന്നത് മലപ്പുറവും കൊച്ചിയും തമ്മിലാണ്. അന്നൊരു വലിയ രീതിയിലുള്ള ഓപ്പണിംഗ് സെറമണിയും പെർഫോമൻസസും ഒക്കെ തന്നെ ഉണ്ടാകും. തുടർന്നും ഉള്ള മാച്ചുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ സ്പോർട്സ് ആൻഡ് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രീസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് വലിയൊരു ഡിസ്കഷൻ തന്നെയാണ്. ഇനിയും വരും കാലങ്ങളിൽ അത്ര ഒരു സിംബിയോസിസ് ഉണ്ടാവുകയും കേരള സൂപ്പർ ലീഗിന്റെ മാച്ചുകൾ വലിയ ഇവന്റ് ആയി മാറുകയും ചെയ്യുന്ന വിദൂരമല്ലാത്തൊരു ഭാവിയാണ് ഞങ്ങളുടെയൊക്കെ സ്വപ്നം. അങ്ങനെ നടക്കട്ടെ.